17 വയസ്സുള്ളപ്പം അയാളെ ബന്ധുവീട്ടില് വസ്തു തർക്കം വന്നപ്പം ഭക്ഷണത്തിൽ വിഷം ചേർത്ത് അവരെ കൊല്ലാൻ ശ്രമിച്ച ആളാണ്. അന്നത്തെ കാലത്തെ SP-യും അതുപോലെ തന്നെ അവിടുത്തെ ചേർത്തലയിലെ DYSP-യും ഇതിനകത്ത് പങ്കുണ്ട്. 3 സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലെ പ്രതിയായ സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തി, ചുറ്റിക, ഡീസൽ കന്നാസ്, പേഴ്സ് എന്നിവ കണ്ടെത്തി ക്രൈംബ്രാഞ്ച് സംഘം. ഏറ്റുമാനൂരിലെ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ വ്യാഴാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത്. പിടികൂടിയ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ ഒരു കാര്യം ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഏറ്റുമാനൂരിലെ വെട്ടിമുകളിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കാറിൽ നിന്ന് കത്തിയും ചുറ്റികയും ഡീസലുമൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തെളിവുകൾ കേസിൽ എത്രത്തോളം നിർണായകമാകും? ക്രൈംബ്രാഞ്ച് അതിരമ്പുഴ വെട്ടിമുകളിലെ സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടില് നടത്തിയ റെയ്ഡ് വളരെയധികം എവിഡൻസ് അതിനകത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ കൊലയാളി, എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ എന്നൊക്കെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ചില ആയുധങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു കാറിനകത്ത് നിന്ന് ചുറ്റിക കിട്ടിയിട്ടുണ്ട്, കത്തി കിട്ടിയിട്ടുണ്ട്, ഡീസൽ മണമുള്ള 20 ലിറ്ററിൻ്റെ ഒരു ടാങ്ക്, ഒരു 20 ലിറ്ററിൻ്റെ ട്യൂബ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പേഴ്സ് ആ കാറിനകത്ത് കിടക്കുന്നു. ഇതെല്ലാം ഡിക്കിയിലാണ് ലഭിക്കുന്നതെന്ന് വിചാരിച്ചോണം. പേഴ്സ് സീറ്റിലല്ല, പിൻവശത്തെ ഡിക്കിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉപകരണങ്ങൾ കിട്ടുന്നത് തീർച്ചയായിട്ടും കേസിലേക്ക് വിരൽ ചൂണ്ടും. കേസിൻ്റെ എവിഡൻസിലേക്ക് വരുമ്പം പരമപ്രധാനമായ വിലയേറിയ ചില ആയുധങ്ങളാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഇപ്പം കണ്ടെടുത്തത്. സെബാസ്റ്റ്യനെ കോടതി 7 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രതി സെബാസ്റ്റ്യൻ തന്നെയാണ് എന്നതിന് തെളിവുണ്ട് എന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുമാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ജൈനമ്മ കൊലക്കേസ് ഉടൻ തെളിയുമോ? തെളിവുകളെല്ലാം കിട്ടിക്കാണുമോ ക്രൈംബ്രാഞ്ച്? ജൈനമ്മ കൊലക്കേസ് തീർച്ചയായിട്ടും പോലീസ് അതിൻ്റെ തെളിവുകൾ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിശക്തമായ തെളിവുകൾ അതിനകത്ത് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം തന്നെ നല്ലൊരു ശതമാനം അയാൾക്കെതിരായിട്ടുള്ള എവിഡൻസുകൾ, ജൈനമ്മ അയാളോടൊപ്പം സഞ്ചരിച്ചെന്നും അയാളുടെ വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ വസതിയിൽ 2.5 ഏക്കറും പുരയിടവുമുള്ള അയാളുടെ വസതിയിൽ അവർ എത്തിയെന്നും തെളിവുണ്ട്. ആ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഏറ്റവും അവസാനം ചെന്ന് അതിൻ്റെ ലാസ്റ്റ് കോള് അയാളുടെ വസതിയിൽ നിന്നാണ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ജൈനമ്മ അയാളോടൊപ്പം പോയെന്നും അയാൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ എത്തിയെന്നും അതിൽ നിന്ന് ക്ലിയർ ആവുന്നുണ്ട്. ഇനി ആ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മൊബൈൽ ഫോണ് തീർച്ചയായിട്ടും കണ്ടെടുക്കേണ്ടത് ഒരു അടിയന്തരമായ ആവശ്യം തന്നെയാണ്. രണ്ടാമത്, അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പോലീസ് എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ചേർത്തലയിലെ കടക്കരപ്പള്ളിയിലെ ഇന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ ഇതുപോലെ തന്നെ ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവണം. കാരണം 4 സ്ത്രീകളുടെ അവരുടെ ബോഡി ആ വീടിൻ്റെ പരിസരത്ത് അയാൾ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ പല സ്ഥലത്തും അവിടുത്തെ കുളത്തിലും മണ്ണിലും ഒക്കെ നിക്ഷേപിച്ചു എന്ന് നമുക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. ഏകദേശം 80-ഓളം എല്ലിൻ കഷ്ണങ്ങൾ ആ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ 4 സ്ത്രീകളെ എല്ലിൻ കഷ്ണങ്ങൾ ആരുടെയൊക്കെയാണ് ലഭിച്ച ഓരോ ഭാഗങ്ങളും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്ന് അവിടെ വന്നിട്ടുണ്ട്. അതിനുള്ള പരിശോധന ഫോറൻസിക് നടത്തിക്കഴിഞ്ഞു. കാരണം ആ അരക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ആ ചട്ടക്കൂട് അതൊരു പെൽവിക് ഗേഡിൻ്റെ, ഒരു ലേഡിയുടെ പെൽവിക് ഗേഡിൻ്റെ ഭാഗങ്ങളാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചില ഏരിയയിലെ അവയവങ്ങളുടെ അവിടെയുള്ള എല്ലുകൾ, അതൊക്കെ ജൈനമ്മയായിട്ട് സാദൃശ്യമുള്ള എല്ലുകളും അതിൻ്റെ DNA പ്രകാരം അവരുടെ എല്ലിൻ്റെ ഭാഗമാണെന്ന് സ്ഥാപിക്കാനായിട്ട് ഈ കേസിന് പോലീസിന് സുഖമായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ അവർ
ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് പറയെങ്കിലും ആ ജൈനമ്മ എന്ന ആളാണ് മരണപ്പെട്ടതെന്നും അവിടെ കിട്ടിയ എല്ലും കഷ്ണങ്ങളും അവിടെ കിട്ടിയ മറ്റ് ഒരു കൊന്തയുണ്ട്, അതുപോലെ ഒരു വാനിറ്റി ബാഗുണ്ട്, സാരികൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ജൈനമ്മയുടെ ആണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവര് ആ വസതിയിലെ ചേർത്തലയിൽ ഇയാളുടെ വീട്ടിലെത്തിയെന്ന് ഉറപ്പായി. അത് മതി. അവരുടെ ബോഡിയുടെ ചില ഭാഗങ്ങൾ അത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണെന്നും അത് DNA പ്രകാരം അത് ജൈനമ്മയുടെ ആണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കേസിന് നല്ല എവിഡൻസ് ആവും. സാർ, ശരിക്കും ഇയാൾ ഒരു സീരിയൽ കില്ലറാണ് എന്ന് പറയാമെങ്കിലും നിലവിൽ തെളിവുകൾ ഒന്നുമില്ല. ഇയാൾ ഒറ്റയ്ക്ക് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യുമോ? ഇയാളുടെ പിന്നിൽ മറ്റാരെയെങ്കിലും സംശയിക്കണോ? പോലീസ് ഇപ്പോഴേ ഇയാളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കൊലപാതകത്തിലും തെളിവ് നശിപ്പിക്കുന്നതിലൊന്നും വേറൊരാൾക്ക് പങ്കുവരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അങ്ങനെ ഉണ്ടാകില്ല. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ മർഡർ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള തഴക്കവും പഴക്കവും എക്സ്പീരിയൻസും ആയെക്കൊണ്ട് 4 പേരെ ആളില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ ശരീരഭാഗങ്ങൾ കത്തിച്ചു കളയുകയും അത് മുറിച്ചു കളയുകയും അത് അവിടെ മണ്ണിനടിയിൽ ചെറിയ ചെറിയ കഷങ്ങളായിട്ട് നിക്ഷേപിച്ച് അത് മണ്ണിൽ ഇൻട്രോഗേറ്റ് ചെയ്ത് അത് അങ്ങനെ നശിച്ച് മണ്ണിലോട്ട് ലയിച്ചു ചേരാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തുന്നത് തീർച്ചയായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കുള്ള പ്രവൃത്തിയായിട്ട് മാത്രമേ കണക്കാക്കാൻ ഒക്കുള്ളൂ. മറ്റൊരാൾ ഇതിനകത്ത് അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ലേഡി ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊണ്ട് പിന്നെ അവർ വെളിയിൽ പോയില്ല അല്ലെ പോയിട്ടില്ല എന്ന് അറിവുള്ള ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഇയാളുടെ നിത്യസന്ധത സഹചാരിയായ ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു. അതിലായിരുന്നു പല സ്ത്രീകളും ആ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അയാള് പോലീസിനെ അന്നത്തെ കാലത്ത് ചോദ്യം ചെയ്തപ്പം അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നു. അയാൾ തൂങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം അങ്ങനെയുള്ള എവിഡൻസുകൾ ഈ കൊലക്കേസിനെ സഹായിയായിട്ട് നിന്നവർ പലരും മൺമറഞ്ഞു പോയി, അല്ലെങ്കിൽ അവർ പോലീസിൻ്റെയോ അല്ലെ ഇയാളുടെ പ്രഷർ കൊണ്ട് ആയിരിക്കണം ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഇപ്പം കാണുന്നത്. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സഹോദരൻ പ്രവീണിന്റെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. പ്രവീണിന്റെ DNA പരിശോധിക്കുന്നതിനായി രക്തസാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിൽ നിന്ന് ബിന്ദു പത്മനാഭന്റെ കേസും തെളിയുമോ? ബിന്ദു പത്മനാഭന്റെ കേസും തെളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ എല്ലും കഷ്ണവും ശരീരാവശിഷ്ടങ്ങൾ ഏതെങ്കിലും അവരുടെയാണ് എന്ന് DNA ഉപയോഗിച്ച് അവരുടെ പ്രദീപ് കുമാറിന്റെ DNA ഇപ്പം സാമ്പിൾ ബ്ലഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കോമ്പൗണ്ടിനകത്ത് ഏതെങ്കിലും ഒരു എല്ലും കഷ്ണം അത് ബിന്ദു പത്മനാഭനെ ആണ് എങ്കിൽ കൊലപാതകം അവിടെ നടന്നു എന്ന് ഉറപ്പായി. ആരുടെ? പ്രതിയുടെ വസതിയിൽ. അത് തന്നെയല്ല, ബിന്ദു പത്മനാഭനും ഈ പ്രതിയുമായിട്ട് ധാരാളം അവസരങ്ങളിൽ ഒന്നിച്ചാണ് സഞ്ചരിച്ചതെന്നും അവരുടെ പല സ്വത്തുക്കളും ഇയാൾ അടിച്ചു മാറ്റിയെന്നും ചില അവരുടെ വസ്തുക്കൾ ഇയാൾ ബിനാമി പേരിൽ വേറെ മിനി എന്നൊരു സ്ത്രീയുടെ പേരിലേക്ക് മാറ്റി അവരിൽ കൂടെ വിറ്റതായിട്ടും വരുന്ന രേഖകൾ ധാരാളമുണ്ട്. പൊതുവെ ബിന്ദു പത്മനാഭന്റെ തുടക്കത്തിലെ അവരുടെ മിസ്സിങ് അത് 2017 FIR എടുക്കുന്നതെങ്കിലും അതിനുശേഷം വലിയ പ്രോഗ്രസ് ഇല്ലായിരുന്ന സന്ദർഭത്തിൽ ഇപ്പോഴത്തെ ഈ പുതിയ കണ്ടെടുക്കലോട് കൂടി സെബാസ്റ്റ്യൻ തന്നെയാണ് അവരുടെ കൊലപാതകത്തിന് കാരണമെന്നും അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എങ്കിലും ആ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടി DNA ആയിട്ട് അവരുടെ ബ്രദറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കൊലക്കേസും ഇയാൾ ചെയ്തതെന്ന് തെളിയിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ മൊഴി നൽകിയ ശേഷം ഈ പ്രവീൺ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പ്രതി സെബാസ്റ്റ്യൻ തുടക്കം മുതൽ പറയുന്നത് പച്ചക്കള്ളമാണ്. തുടക്കത്തിലെ സെബാസ്റ്റ്യന്റെ പങ്കിനെ കുറിച്ച് തങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. സഹോദരിയുമായുള്ള വസ്തു ഇടപാട് ചോദിച്ചറിയാൻ സെബാസ്റ്റ്യനെ പലതവണ കാണാൻ ശ്രമിച്ചു. കാണാൻ സമയം തരാൻ തന്നെ 4 മാസം എടുത്തു. കണ്ടപ്പോൾ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു. ചേർത്തലയിലെ സ്വകാര്യ ബാങ്കിൽ ബിന്ദു 50 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും അത് അടുത്ത ദിവസം എടുക്കാമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. പക്ഷേ താൻ ബാങ്കിൽ ചെന്നപ്പോൾ 50 ലക്ഷം രൂപ ഇല്ല എന്ന് ബോധ്യപ്പെട്ടു. ബിന്ദുവിനെ കാണാതെ എന്ന പരാതി മാത്രമല്ല പോലീസിന് നൽകിയത്, സെബാസ്റ്റ്യനുമായുള്ള വസ്തു ഇടപാടും വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിൽ ലോക്കൽ പോലീസിന് വീഴ്ചയുണ്ടായി, FIR പോലും വൈകി എന്നൊക്കെയാണ് പ്രവീൺ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു കേസിൽ വലിയ അലംഭാവം ഉണ്ടായി എന്ന് വ്യക്തമാണോ? ഈ കേസുകളിലൊക്കെ പോലീസ് അലംഭാവം തന്നെയാണ് ഉണ്ടായത്. കാരണം പ്രവീൺ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
2003 ശേഷം ഈ ബിന്ദു പത്മനാഭനെ പറ്റി വിവരമില്ലായിരുന്നു എന്ന് പറയുന്നു. അവർ MBA കാരിയാണ്, ബാംഗ്ലൂർ പഠിച്ചതാണ്, അവർ വിദേശത്ത് പോയി എന്നൊക്കെയാണ് പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ വിദേശത്തൊന്നും പോയിട്ടില്ല. അവരുടെ ബ്രദറ് പ്രവീണ് അയാൾ ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ നിന്ന് ഇപ്പോൾ ഈ കേസുയോട് അനുബന്ധിച്ച് ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി അയാളുടെ ബ്ലഡ് സാമ്പിൾ എടുത്തു കഴിഞ്ഞു. അപ്പം ബിന്ദു പത്മനാഭൻ്റെ ശരീരാവശത്തിൽ ഒരു എല്ലിൻ കഷ്ണമെങ്കിലും തീർച്ചയായിട്ടും ആ കോമ്പൗണ്ടിന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിയണം. അതിന് DNA പരിശോധനയ്ക്ക് അദ്ദേഹം തയ്യാറായി, ബ്ലഡ് കൊടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ DNA കൂടെ എടുത്തു കഴിഞ്ഞാൽ ബിന്ദു പത്മനാഭൻ അയാളുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടുവെന്നും ആ ഡെഡ് ബോഡി നശിപ്പിക്കാൻ അയാൾ ശ്രമിച്ചുവെന്നും അതിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പം ലഭിച്ചുവെന്ന് സ്ഥാപിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ആയിഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. തെളിവുകൾ ബാക്കി വെക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും സ്വത്ത് തട്ടിയെടുക്കുകയുമായിരുന്നു സെബാസ്റ്റ്യൻ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ വർഷങ്ങളായി സെബാസ്റ്റ്യന് പിന്നിൽ നടന്നിട്ടും ഇയാളെ പൂട്ടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ച തന്നെയല്ലേ? ആ ആലപ്പുഴയിലെ ചേർത്തലയിലുണ്ടായിരുന്ന അന്നത്തെ DYSP, അന്നത്തെ SP, അവരുടെ അടുത്ത് പരാതി കൊടുത്തിട്ട് അവർ ഈ കേസ് അതിനൊരു FIR തയ്യാറാക്കാതെ ഇരുന്നു എന്നുള്ള ആക്ഷേപം ഇപ്പം സർവത്ര സ്ഥലങ്ങളിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് തെളിയിക്കാനായിട്ട് നടന്ന അവിടുത്തെ ചില സംഘടനകൾ, ഭാരവാഹികൾ, അവർ അന്നേ മുതൽ പറയുന്നുണ്ട് ഇവർ കൈക്കൂലി വാങ്ങിച്ച് ഈ കേസ് ഒതുക്കി. കാരണം ഇഷ്ടംപോലെ പണമുള്ള സെബാസ്റ്റ്യനുണ്ട്, സെബാസ്റ്റ്യൻ കെട്ടുകണക്കിന് പണം കൊടുക്കും. അതിൽ ഒരാൾ പറയുന്നുണ്ട് ആ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ വന്ന് ആ SPO DYSP വന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന്. അത് തന്നെയല്ല അവരുടെ ഭാഗത്ത് വൻ വീഴ്ചയാണ്. അവിടുത്തെ അന്നത്തെ കാലത്തെ SPയും അതുപോലെ തന്നെ അവിടുത്തെ ചേർത്തലയിലെ DYSPയും ഇതിനകത്ത് പങ്കൊണ്ട് അവർ കേസെടുക്കാതെ ആ സെബാസ്റ്റ്യൻ്റെ പണം വാങ്ങിച്ച് അവർ മുന്നോട്ട് പോകാതെയും, അത് അവരുടെ ഭാഗത്ത് വൻ വീഴ്ചയല്ലേ അതുകൊണ്ടായത്. അവരൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഇതുപോലെയുള്ള കേസ് അന്വേഷിക്കുക, ആളെ കണ്ടെത്തുക, അവരുടെ ജോലി മറന്ന് കൈക്കൂലി വാങ്ങിച്ച് അതൊക്കെ സപ്രസ് ചെയ്ത് അതിന് തെളിവ് ഉണ്ടാകാതിരിക്കാനുള്ള പണി ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേസന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ കാലത്ത് കേസെടുക്കാത്തവരെ അവരെ പണം വാങ്ങിച്ചു പോയെന്ന് ആക്ഷേപം നിലനിൽക്കുന്നു. അവരെയും കൂടെ ഈ കേസിനകത്ത് പ്രതിയാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ, മറ്റൊരു കാര്യമുള്ളത്, ഈ സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തും കസ്റ്റഡിയിൽ വാങ്ങിയും തെളിവെടുപ്പ് നടത്തിയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ തിരോധാന കേസുകളിലൊന്നും കൃത്യമായ നിഗമനത്തിലെത്താൻ ഇതുവരെ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. തുടക്കം മുതൽ അന്വേഷണത്തോടുള്ള നിസ്സഹകരണം സെബാസ്റ്റ്യൻ ഇപ്പോഴും തുടരുകയുമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം അടിമുടി ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യന് ഒരു കുലുക്കവുമില്ല. അപ്പോൾ ഇയാളെ കൊണ്ട് ഇനി എങ്ങനെ സത്യം പറയിക്കാൻ പറ്റും? സെബാസ്റ്റ്യന് പോലീസിനോട് സഹകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാളുടെ കുറ്റസമ്മതത്തിന്റെ ആവശ്യമില്ല. ഇതുവരെ അയാൾ സഹകരിക്കാതെ, കുറ്റസമ്മതം ഇല്ലാതെ പോലീസ് മാണ്ടർ നടന്നു എന്ന് ജയനമ്മയുടെ കേസിനകത്ത് ഏകദേശം ഒരു 70% അവർ എവിഡൻസ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ബിന്ദു പത്മനാഭൻ്റെയും ഏകദേശം പ്രോഗ്രസ് നല്ലതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഓരോ കേസിനും തീർച്ചയായിട്ടും ഇനി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ തെളിവുകൾ കണ്ടെടുക്കാൻ സാധിക്കും. അത് ഇയാൾ അവരോട് കോപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ പോലീസിന് ജോലി എളുപ്പമായിരുന്നു. പക്ഷേ കുറച്ച് താമസിക്കും. കാരണം പോലീസ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഓരോന്നിൻ്റെയും തെളിവിലേക്ക് വരാൻ അല്പം താമസിക്കുന്നേ ഉള്ളൂ. ഇയാളുടെ സഹകരണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ഇത്രയും ദിവസത്തെ പ്രോഗ്രസ് കാണുമ്പം നമുക്കറിയാം ഇയാളുടെ സഹകരണം ഇല്ലാതെ പോണ പോലീസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് പല കാര്യത്തിലും. അതുകൊണ്ട് ഓരോ കേസും സ്വല്പം സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇയാളുടെ സഹകരണം വേണ്ട. പക്ഷേ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പോലീസിന് എളുപ്പമാവും. ഒരു മാസം കൊണ്ട് തീർക്കേണ്ടത് പോലീസ് ചിലപ്പോൾ 4-5 മാസം കൊണ്ടേ തീർക്കാൻ ഒക്കുള്ളൂ. കാരണം അതിലേക്ക് എവിഡൻസിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഏതായാലും എല്ലാ കേസിനും എവിടെയെങ്കിലുമൊക്കെ ചില ഗ്രിപ്പുകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. നേരത്തെ അതൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ പ്രോഗ്രസ് ഭാവിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സെബാസ്റ്റ്യൻ ചെറുപ്പകാലത്ത് തന്നെ ക്രിമിനൽ സ്വഭാവം പുറത്തുകാട്ടിയ ആളാണെന്നാണ് സമീപവാസികളുടെ വെളിപ്പെടുത്തൽ. സൗമ്യനെന്ന് തോന്നുമെങ്കിലും പക തോന്നിയാൽ പല വഴികളിലൂടെ ആക്രമിക്കുന്നതാണ് ഇയാളുടെ സ്വഭാവം.
സെബാസ്റ്റ്യൻ 17-ാം വയസ്സിൽ ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകി വധിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന ഒരു ബന്ധുവിന്റെ മൊഴിയും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. കുടുംബ ഓഹരി വീതം വെച്ചതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ കുടുംബവും പിതൃ സഹോദരന്റെ കുടുംബവുമായി തർക്കമുണ്ടായിരുന്നു. ഇതിലുള്ള വിരോധത്തിലാണ് സെബാസ്റ്റ്യൻ പിതൃ സഹോദരന്റെ വീട്ടിലെത്തി ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്. ഭക്ഷണം കഴിച്ച 3 പേർ അവശനിലയിൽ ആശുപത്രിയിലായി. അന്ന് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിയൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പര അറിഞ്ഞതോടെ ഒരു ബന്ധു കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച സെബാസ്റ്റ്യൻ അതിനുശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തിരുന്നു. പിന്നീടാണ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായത്. ഇതിനിടയിൽ പണം പലിശയ്ക്ക് നൽകാനും തുടങ്ങി. കടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമിയും സ്വന്തമാക്കുന്നതായിരുന്നു ഇയാളുടെ രീതി. നാട്ടിലെ അമ്മാവൻ എന്നാണ് സെബാസ്റ്റ്യൻ അറിയപ്പെട്ടത്. സഹോദരങ്ങളുമായും അയൽവാസികളുമായും സെബാസ്റ്റ്യൻ പല ഘട്ടത്തിലും തർക്കമുണ്ടായിരുന്നു. ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ. ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത്. വീടിനോട് ചേർന്ന 2.5 ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല. വനം പോലെ കാടുകയറിയ സ്ഥലത്തിന് നടുക്കുള്ള വീടും എന്നും ദുരൂഹതകൾ നിറഞ്ഞതാണ്. കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന, ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു. 50ാം വയസ്സിലായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം ഏറ്റുമാനൂരിലെ ഭാര്യ വീട്ടിലാക്കി താമസം. വല്ലപ്പോഴും മാത്രമേ ഇയാൾ സ്വന്തം വീട്ടിലേക്ക് വരാറുള്ളൂ. ബാങ്കിൽ കോടികളുടെ ബാലൻസുമുണ്ട്. 2 വർഷത്തിന്റെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 1.25 കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം 2013-ൽ വ്യാജ ആധാരം തയ്യാറാക്കി 1.36 കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത്. ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വില വരുന്ന സ്വത്തുക്കൾ 2003-ൽ വിറ്റതിലും ഇയാൾ ഇടനിലക്കാരനായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. കാണാതായ സ്ത്രീകളിൽ നിന്ന് ഇയാൾ എത്രമാത്രം സമ്പാദ്യം കവർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ശ്രമം കൂടി ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. തന്റെ കയ്യിൽ 150 പവൻ സ്വർണമുണ്ട് എന്ന് സെബാസ്റ്റ്യൻ പലരോടും പറഞ്ഞിരുന്നതായും അയൽവാസികൾ പറയുന്നു. റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ വീണ്ടും ചേരുകയാണ്. സാർ, ഈ സെബാസ്റ്റ്യൻ ചെറുപ്പകാലത്ത് തന്നെ ക്രിമിനൽ സ്വഭാവം പുറത്തു കാട്ടിയ ആളാണ് എന്ന് സമീപവാസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇപ്പോൾ പങ്കുവച്ചത്. 17-ാം വയസ്സിൽ ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകാൻ ശ്രമിച്ച ഒരാളാണ് സെബാസ്റ്റ്യൻ. സാർ കഴിഞ്ഞ ദിവസം ഇയാളുടെ ചെറുപ്പകാലം അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. സാർ സംശയിക്കുന്ന കേസിലെ പ്രതിയാണ് സെബാസ്റ്റ്യൻ എന്നതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് സെബാസ്റ്റ്യന്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്ന് തീർച്ചയായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാള് 15, 16 അല്ലെങ്കിൽ 17 വയസ്സുള്ളപ്പം അയാളുടെ ബന്ധുവീട്ടിലെ വസ്തു തർക്കം വന്നപ്പം ഭക്ഷണത്തിൽ വിഷം ചേർത്ത് അവരെ കൊല്ലാൻ ശ്രമിച്ച ആളാണ്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അയാളുടെ 16, 17 വയസ്സിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇയാളൊരു 10ാം ക്ലാസ്സിന് അപ്പുറത്തോട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. അത് തന്നെയല്ല, ഇയാൾക്ക് സാമ്പത്തികമായ വലിയ മെച്ചമൊന്നുമില്ല. അതുകൊണ്ട് ഇയാൾ ബസ്സിലെ കിളിയായിട്ട് പോകുന്നുണ്ട്. കുട്ടികളെല്ലാം ഇയാൾ പ്രായമുള്ള ആളായതുകൊണ്ട് അമ്മാവൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ സംശയിക്കുന്ന ടാക്സിക്കാരെ കൊല്ലുന്ന കേസിനകത്ത് ഇയാൾ ഇൻവോൾവ് ആണ് എന്ന് ഞാൻ കരുതുന്നതിൻ്റെ കാരണം, ഇയാൾ ചെറുപ്പം മുതൽ വാഹനത്തോടും വണ്ടിയോടൊക്കെ വലിയ കമ്പം ഉള്ള ആളാണ്. ഇയാൾ ബസ്സിലെ കിളിയായിട്ട് പോയി, അതിലെ ഡ്രൈവറായിട്ട് പോയി. അത് തന്നെയല്ല, അയാൾ വാഹനം പലതും വാങ്ങിച്ച് വിറ്റിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇയാളുടെ കൈവശത്ത് അവസാന കാലം വരെ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു, പിന്നീട് വില കൂടിയ ഒരു കാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അംബാസഡർ ഒരു കാർ ഇയാൾ വിൽക്കാൻ ശ്രമിച്ച ഒരു സാക്ഷി പറയുന്നുണ്ട്. വിൽക്കാൻ ശ്രമിച്ചപ്പം അതിൻ്റെ RC ബുക്ക് ഒന്നും ഇയാളുടെ കയ്യിലില്ല. എന്തിനാണ് RC ബുക്ക് അംബാസഡർ കാറിന്, നിങ്ങൾക്കത് വണ്ടി ഓടിച്ച് നടന്നുകൂടെ എന്ന് ചോദിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ കാറുകൾ തീർച്ചയായിട്ടും അങ്ങനെ RC ബുക്ക് ഇല്ലാത്ത കാറുകൾ ഏതെങ്കിലും ഡ്രൈവറെ കൊന്ന ശേഷം എടുത്ത കാറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അതുപോലെ മോഷണ വണ്ടിയാകാം. അപ്പം അയാൾ അങ്ങനെയുള്ള കേസിനകത്ത് ഇയാൾ ഇൻവോൾവ് ആണ്, അല്ലെ അത്തരക്കാരുമായിട്ടാണ് ഇയാൾ നടക്കുന്നതെന്ന് ക്ലിയർ അല്ലേ. അതുകൊണ്ട് അയാളുടെ പൂർവ്വചരിത്രം നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം തന്നെ 51, 52 വയസ്സിന് ശേഷമാണ് അയാൾ കല്യാണം കഴിച്ചത്. അതിന് ശേഷമാണ് അയാൾ 4 പേരെ കൊന്നത്. അയാളുടെ ചേർത്തലയിലെ വീട്ടിൽ ആ വീടിൻ്റെ വലിയ വീടും സംവിധാനം കുടുംബവസ്തുത്വം ഒക്കെ അയാൾക്ക് ലഭിച്ചു.
2.5 ഏക്കറും പഴയ ഒരു വീടും, വലിയ വീടുണ്ട്. പക്ഷേ ആ വീട്ടിൽ അയാളുടെ ഭാര്യ കല്യാണം കഴിച്ച ശേഷം വല്ലപ്പോഴും വന്നു പോകുന്നതല്ലാതെ അവരവിടെ അധികം നാൾ താമസിച്ചായിട്ടൊന്നും ഇതുവരെയുള്ള വാർത്തകളില്ല. അയാൾ കല്യാണം കഴിച്ച ശേഷം തന്നെ അയാളുടെ ഭാര്യ അതിരുമ്പഴേ ഭാര്യ വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഈ ക്രൈം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ആരെയും പേടിക്കേണ്ട. ഭാര്യ വീട്ടിലാണ്, അവരിവിടെ വരില്ല. അത് തന്നെയല്ല, ആരെ വേണമെങ്കിലും അവിടെ കൊണ്ടുവരാൻ ഇയാൾക്ക്, ആരും ശ്രദ്ധിക്കപ്പെടില്ല. അവിടെ വന്നിട്ട് അവരെ യഥേഷ്ടം ഇയാളുടെ ഇഷ്ടം പോലെ കൊല്ലുകയോ അത് ഇറച്ചി പോലെ വെട്ടി നുറുക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആരും അത് ശ്രദ്ധിക്കത്തില്ല. അത് തന്നെയല്ല, ഇയാള് ഒരു കൊലയാളിയാണ്, ഒരു സൈക്കിക് പേഴ്സണാണ്. ഇപ്പം തന്നെ 4 പേരുടെ ജീവൻ ഇയാൾ സമാധാനം പറഞ്ഞേ വെക്കുള്ളൂ. അയാളുടെ ജീവിത രീതി അങ്ങനെയാണ്. അത് തന്നെയല്ല, കൊല്ലാനുള്ള ചില ആയുധങ്ങൾ കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പം അയാളുടെ ഭാര്യ വീട്ടിൽ പോയി സെർച്ച് ചെയ്തപ്പം അവിടുന്ന് ലഭിച്ച കാറിനകത്ത് ലഭിച്ച ആ ചുറ്റിക, അതുപോലെ തന്നെ കത്തികൾ, ഇതൊക്കെ ഇയാളുടെ കൊലക്കേസിന് ആവശ്യമുള്ള ഉപകരണങ്ങളാണ്. അതൊക്കെ തന്നെ അവിടുന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അത് ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാണ്. അത് ഇങ്ങനെ വളച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾ ഒരിക്കലും അയാളോട് വലിയ കോൺഫിഡൻസ് ഉള്ള സ്ത്രീകൾ തന്നെയാണ്. ഒരിക്കലും അയാളെ ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുമെന്നൊരിക്കലും അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്ര വിശ്വാസം അയാളോടുണ്ട്. ആ ആളാണ് ചുറ്റയ്ക്ക് അവരെ അടിച്ചു കൊല്ലുന്നത്. ചുറ്റയ്ക്ക് അടി കിട്ടിയവരാരും ആ വിവരം പുറത്തു പറയാൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. അയാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊന്ന് കുഴിച്ചുമൂടും. അത് തന്നെയല്ല, അവരെ പീസാക്കിയിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ ചെതറിച്ച് കളയും. എവിഡൻസിൻ്റെ വാല്യൂ എന്താണെന്ന് അയാൾക്ക് നല്ലതായിട്ട് അറിയാം. ആ എവിഡൻസ് ഇല്ലാതാക്കാനും അയാൾക്കറിയാം. അത് അയാൾ തുടർച്ചയായി ചെറുപ്പം മുതൽ ഇങ്ങനെ ക്രൈം ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എവിഡൻസിൻ്റെ വില എന്താണെന്ന് അറിയുള്ളൂ. ഇയാളുടെ കേസിലും അങ്ങനെ തന്നെ. ഞാൻ ഒരു കോട്ടയത്തെ ഒരു കേസിൽ ഇയാളെ സംശയിച്ചിരുന്നു. അന്ന് ഇയാളെ പറ്റി നമുക്ക് അറിവില്ല. വർഷങ്ങൾക്ക് മുമ്പാണ്. ഇയാളുടെ പ്രായം, ഇയാളെ 3-4 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരു കറുത്തയാളും ഇയാൾ നല്ല വെളുത്തയാളാണ്. 2 ചെറുപ്പക്കാർ, 20 വയസ്സ് 24 വയസ്സിന് പ്രായമുള്ള. അവരെ ഏറ്റുമാനൂരിൽ നിന്ന് ഒരു ടാക്സി കാറ് പിടിച്ച് അത് വാഗമണ്ണിൻ്റെ അടുത്ത് ആ ഡ്രൈവറെ കൊന്നു ഉപേക്ഷിച്ച് ആ വാഹനം ഏലപ്പാറയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പം സ്റ്റാർട്ടിങ് ട്രബിൾ വന്നപ്പം ഇവർ 2 പേരും മടങ്ങിപ്പോയി. ഇവരെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരാൾ ഏലപ്പാറയിലുണ്ട്. അതുപോലെ തന്നെ പൂഞ്ഞാറിനടുത്ത് അല്ലെങ്കിൽ തീക്കോയ്ക്കടുത്ത് അവിടെ ഒരു ചായക്കടക്കാരൻ ഇയാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല, നല്ല പ്രായമായി കാണും. എങ്കിലും അങ്ങനെയുള്ള ആ ഒരു കേസ് 1988 കാലഘട്ടത്തിൽ, 87-88 കാലഘട്ടത്തിലുണ്ടായ കേസ് 40-45 വർഷം മുമ്പ് ഞാൻ അന്വേഷിച്ച കേസുകളാണ്. ആ കേസുകളിൽ ഇങ്ങനെ 2 പയ്യന്മാരെ അന്ന് സംശയിച്ചിരുന്നു. അതിൽ സംശയിച്ച വെളുത്ത പയ്യൻ, പൊക്കം കുറഞ്ഞ പാൻറ് ഷർട്ടിട്ട ആള് സെബാസ്റ്റ്യനാണ് എന്ന് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ കൊലക്കേസുകൾക്കൊപ്പം പഴയ കേസ് കൂടി കുത്തിപ്പൊക്കേണ്ടി വരുമോ ക്രൈംബ്രാഞ്ചിന്? അതുകൊണ്ടാണ് ഞാൻ ഈ സെബാസ്റ്റ്യൻ്റെ പൂർവ്വചരിത്രം നോക്കണമെന്ന് തുടക്കം മുതലേ ഞാൻ പറയുന്നു. കാരണം ഞാൻ അന്വേഷിച്ച 1-2 കേസിനകത്ത് ഇയാൾ ടാക്സിക്കാരെ കൊന്ന കേസിനകത്ത് ഇൻവോൾവ് ആണ്. അതൊക്കെ തെളിയാതെ കിടക്കുന്ന കേസുകളാണ്. തെളിയാത്ത കേസുകൾ കോട്ടയത്ത് 2 എണ്ണം ഉണ്ട്. ആ കേസ് വളരെ വർഷങ്ങൾക്ക് ശേഷം അന്ന് സ്ക്വാഡിലുണ്ടായിരുന്ന എനിക്ക് ട്രാൻസ്ഫറായി ഗവൺമെൻറ് ഉത്തരവുകൾ കിട്ടി. അതിനുശേഷം ഞാൻ ആ കേസ് അന്വേഷിച്ചത്. ആ കേസ് അതിനുശേഷം തെളിഞ്ഞിട്ടില്ല. അതിനകത്ത് ഈ 2 പയ്യന്മാരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഒരാൾ ഇപ്പോഴത്തെ ഈ ചേർത്തലയിലെ സെബാസ്റ്റ്യൻ തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. സർ, ഇയാൾ ഇത്രയും വലിയ ക്രിമിനൽ ആയിരുന്നുവെങ്കിൽ, ചെറുപ്പകാലം മുതൽ ഇത്രയും ക്രൂരത ചെയ്തിരുന്നുവെങ്കിൽ 2017 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് വരെ ഇയാളുടെ ക്രിമിനാലിറ്റി നാട്ടുകാരും പോലീസുകാരും തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇയാൾ ചെറുപ്പം മുതലേ ഒരു കുറ്റവാളിയാണ്, ഒരു ഡ്രോപ്പ് ഔട്ടാണ് സമൂഹത്തിലല്ലേ, വീട്ടിൽ നിന്ന്. കാരണം 17 വയസ്സിൽ ഇയാൾ വസ്തുതർക്കത്തെ തുടർന്ന് ഇയാളുടെ ബന്ധുവിന് ഇവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്ക് വിഷം കൊടുത്തു ഭക്ഷണത്തിൽ, അങ്ങനൊരു കേസുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇയാളുടെ ആ ക്രിമിനാലിറ്റിയിലേക്കുള്ള ആ വളർച്ചയ്ക്ക് ചെറുപ്പം മുതലേ അതിൽ പല ഇതുപോലെയുള്ള ഇൻസ്റ്റൻസുകൾ, ഇതുപോലെയുള്ള സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പം ഇയാൾ ഈ രീതിയിലുള്ളൊരു വലിയ ക്രിമിനലായിട്ട് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അയാൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം നല്ല 51 വയസ്സിന് ശേഷമാണ്, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം മാത്രമാണ് ഇയാൾ ഈ 4 സ്ത്രീകളെ ആ വീട്ടിൽ കൊണ്ടുവന്ന്
കൊന്ന് കൊലപ്പെടുത്തിയതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയ ചില കൊലപാതകം നടത്തണമെങ്കിൽ അതിനു മുമ്പ് ഇയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകണം. അതുകൊണ്ട് ഇയാളെ സംശയിക്കുന്നത് വളരെ സ്ട്രോങ് ആണ്. ഇയാൾ ടാക്സികൾ പലതും വിൽക്കാൻ ശ്രമിച്ചതായിട്ട് അവിടെ എവിഡൻസ് ഉണ്ട്. അതിൽ പലതിനും അവിടെ RC ബുക്ക് ഇല്ല എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇയാൾ ചെറുപ്പകാലഘട്ടം മുതൽ ആൾക്കാരെ തലക്കടിച്ച് കൊല്ലുന്ന, അല്ലെങ്കിൽ ടാക്സി എടുക്കാൻ വേണ്ടി ടാക്സി ഡ്രൈവറെ കൊല്ലുന്ന, അങ്ങനെ പണം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വത്ത് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടി പല സ്ത്രീകളെയും വളച്ചു കൊണ്ടുവന്ന് കൊല്ലുന്ന ഒരാളായിട്ട് മാറി. അത്ര പെർഫെക്ഷനോടുകൂടി നടത്തിയ അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല താനെ പോലീസ് എന്തെങ്കിലും പിടിക്കും. ഒന്ന് പിടിച്ചാൽ തന്നെ ഈ കോർപ്പസ് ഡിലീറ്റി അല്ലെങ്കിൽ ഡെഡ് ബോഡി ഇല്ലാത്തത് കൊണ്ട് അതിനകത്തൊന്നും തനിക്കൊരു ശിക്ഷ ലഭിക്കത്തില്ല, തന്നെ പിടിക്കാനും പോകുന്നില്ല എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് സെബാസ്റ്റ്യൻ. നാട്ടുകാരുടെ മുന്നിൽ മാന്യനായിരുന്ന നല്ലവനായ അമ്മാവൻ എന്ന സെബാസ്റ്റ്യന്റെ മുഖംമൂടി പെട്ടെന്നൊരു ദിവസം അഴിഞ്ഞു വീണതല്ല. 2017 ബിന്ദു പത്മനാഭനെ കാണാതായപ്പോൾ തന്നെ സെബാസ്റ്റ്യൻ സംശയ നിഴലിലായിരുന്നു. ഇയാൾക്ക് വർഷങ്ങൾക്ക് മുൻപേ പോലീസിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നുവെന്ന വ്യാപകമായ പരാതികൾ ഇപ്പോൾ ഉയരുന്നുമുണ്ട്. എന്നാൽ ബിന്ദു പത്മനാഭൻ കേസിൽ പിടിയിലായ സെബാസ്റ്റ്യനെ നിഷ്കളങ്കനാക്കിയായിരുന്നു പോലീസിന്റെ നടപടികൾ. ബിന്ദു പത്മനാഭൻ തിരോധാനം അന്വേഷണത്തിൽ അട്ടിമറി നടന്നുവെന്നാണ് പരാതി. ചെറുതല സ്വദേശി ഐഷയെ കാണാതായ കേസിലും സെബാസ്റ്റ്യന്റെ ഉറ്റ സുഹൃത്തായിരുന്ന മനോജിന്റെ മരണത്തിലും പോലീസ് ഗൗരവമായ നടപടികൾ എടുത്തിട്ടില്ല എന്നും പരാതിയുണ്ട്. ഈ കേസുകൾ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കർമ്മസമിതി മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നിൽ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നവരും ജില്ലയിലെ ഉന്നത പോലീസ് അധികാരികൾ ആയിരുന്നവരുമാണ് എന്നാണ് കർമ്മസമിതിയുടെ ആരോപണം. കർമ്മസമിതി നൽകിയ പരാതികൾ ശരിയെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവരം. 2018-19 കാലത്ത് ബിന്ദു പത്മനാഭൻ കേസിനൊപ്പം ഐഷ തിരോധാനവും അന്വേഷിച്ചിരുന്നുവെങ്കിൽ സെബാസ്റ്റ്യൻ കുടുങ്ങുമായിരുന്നുവെന്നും ജൈനമ്മ സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്നുമാണ് വിമർശനം. കേസുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കർമ്മസമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.